وإن خفتم ألا تقسطوا في اليتامى فانكحوا ما طاب لكم من النساء مثنى وثلاث ورباع فإن خفتم ألا تعدلوا فواحدة أو ما ملكت أيمانكم ذلك أدنى ألا تعولوا. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ആദ്യമായി ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, ഇതൊരു യൂട്യൂബ് ആണ് ആയതുകൊണ്ട് നിങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഞാൻ സൂറത്തു നൂർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂറത്തു നൂർ സാമൂഹികമായ, കുടുംബപരമായ, വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് പഠിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് വരണം. ഇന്ന് ഞാൻ ചെറുപ്പകാലഘട്ടത്തിൽ പാടി നടന്നിട്ടുള്ള അല്ലെങ്കിൽ കേട്ട ഒരു ഓർമ്മയിൽ ഒരു പാട്ടിൻ്റെ ചെറിയൊരു വരി മാത്രം എനിക്ക് ഓർമ്മയുള്ളത്. ആ ഒരു വിഷയം നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് സൂറത്തു നൂറിൻ്റെ മഹത്വം നിങ്ങളെ ഞാൻ വെളിവാക്കുകയാണ്. അല്ലെങ്കിൽ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ പാട്ടിൻ്റെ ഒരു വരി ഇങ്ങനെയാണ്: കണ്ണു വെട്ടിച്ചാളമയക്കി പഞ്ചാരാടിച്ചു നടക്കേണ്ട, പഞ്ചാരാടിച്ചു നടക്കുന്നോനെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ പാട്ടുള്ളത്. അപ്പോൾ പാട്ട് മുഴുവൻ പാടാൻ എനിക്ക് അതിൻ്റെ ബാക്കി അറിയില്ല. നിങ്ങൾക്കാർക്കെങ്കിലും അറിയുമെങ്കിൽ നിങ്ങൾ കമാൻഡ് എഴുതണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ സൂറത്ത് നൂറിൽ 24-ാമത്തെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 24-ാമത്തെ, ഇപ്പോൾ ഖുർആൻ എൻ്റെ കയ്യിലില്ല, 24-ാമത്തെ സൂക്തം കണിശമായി നമ്മളോട് വിവാഹം ചെയ്യാനും വിവാഹം ചെയ്തു കൊടുക്കുവാനും കൽപ്പിക്കുന്നുണ്ട്. അൻകിഹുൽ അയാമ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ആയത്ത് തുടങ്ങുന്നത്. അതുപോലെ സൂറത്തുൽ മുഅ്മിനൂൻ 6-ാമത്തെ സൂക്തം നമ്മളോട് വിവാഹ ജീവിതം നയിക്കുവാൻ ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ ഒരു അങ്ങനെ ഒരുപാട് ആയത്തുകൾ, സെവറൽ വേഴ്സസ് ആർ ദർ, ഒക്കെ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇസ്ലാമിക വിവാഹ ജീവിതത്തിൻ്റെ മഹത്വം, ഇസ്ലാം വിവാഹത്തെ ഒരു പവിത്രമായ ബന്ധമായി കണക്കാക്കുന്നു. പവിത്രമായ ബന്ധമാണ് ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്നത്. വിശ്വാസികളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും വരുന്നതിനുള്ള ഒരു മാർഗമായി ഇത് കാണുന്നു. ഇസ്ലാമിക ജീവിതത്തിൻ്റെ മഹത്വം നിരവധി വശങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും. വിവാഹം കഴിക്കുന്നത് കൊണ്ട് സർവശക്തനായ അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് ഒന്നാമതായി നേടാൻ പോകുന്നത്. അള്ളാഹുവിൻ്റെ കൽപ്പനക്കനുസൃതമായി ജീവിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വിവാഹം അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും മികച്ച രീതിയിൽ പ്രജനനം നടത്തുക, അതാണ് ഏറ്റവും നല്ല രീതിയിൽ പ്രജനനം നടത്തുക. അമേരിക്കയിലുള്ളതുപോലെ വാപ്പയില്ലാത്ത കുട്ടികൾ, തന്തയില്ലാത്ത കുട്ടികളെപ്പോലെ കുറേ കുട്ടികളെ ഉണ്ടാക്കിയിട്ട് പോകുന്ന ഒരവസ്ഥയല്ല ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത്. മറിച്ച് ഏറ്റവും മികച്ച രീതിയിൽ പ്രജനനം നടത്തുക എന്നതാണ് വിവാഹത്തിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം. അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതിൽ ഒരു പങ്ക് വഹിക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. സമൂഹത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് തന്നെ വിവാഹമാണ്. വിവാഹം ഒരു കുടുംബത്തെ രൂപപ്പെടുത്തുന്നു. കുടുംബം സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ്. ഒരു ശക്തമായ കുടുംബം ഒരു ശക്തമായ സമൂഹത്തിലേക്ക് നയിക്കുന്നു. സമാധാനവും
ആ വ്യക്തിക്കും സമൂഹത്തിനും സമാധാനം നൽകുന്നു. വിവാഹം മനുഷ്യൻ്റെ മാനസികവും ശാരീരികവുമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നു. ഇണയോടുള്ള സ്നേഹവും ബഹുമാനവും ഒരു വ്യക്തിക്ക് മാനസികമായ സമാധാനവും സന്തോഷവും നൽകുന്നു. അതുപോലെ ആ വ്യക്തിക്കും സമൂഹത്തിനും പരിപൂർണ സുരക്ഷതയും നൽകുന്നു. വിവാഹം ഒരു വ്യക്തിക്ക് സാമൂഹികമായ സുരക്ഷ നൽകുന്നു. ഇണയും കുടുംബവും ഒരു വ്യക്തിക്ക് പ്രതിസന്ധികളിൽ പിന്തുണ നൽകുന്നു. അതും കൂടി ഇണകൾ പരസ്പരം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു വ്യക്തിക്ക് പ്രതിസന്ധികളിൽ പിന്തുണ നൽകണം. വിവാഹ ജീവിതം കൊണ്ട് ആത്മീയ വളർച്ച നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇസ്ലാമിക വിവാഹം ആത്മീയ വളർച്ചയ്ക്കുള്ള അവസരം നൽകുന്നു. ഭാര്യയും ഭർത്താവും, ഇസ്ലാമിൽ ഭാര്യയും ഭർത്താവും എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് ഇണ എന്നാണ് പറയുന്നത് നല്ലതാവുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഇണകൾ എന്നാണ് വിളിക്കുവാൻ നല്ലത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ് പോകുന്നത് കൊണ്ട് നമുക്ക് ഭാര്യയും ഭർത്താവും എന്ന് പറയുമ്പോഴാണ് മനസ്സിലാവുക. ഭാര്യയും ഭർത്താവും പരസ്പരം പിന്തുണച്ച് അള്ളാഹുവിനെ ആരാധിക്കുകയും അവൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നു. അതുപോലെ 20 വയസ്സായിട്ടും 25 വയസ്സായിട്ടും 30 വയസ്സായിട്ടും 40 വയസ്സായിട്ടും കുട്ടികളില്ലാതെ നിങ്ങൾ ഒടിഞ്ഞും കുമ്പിട്ടും നടക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾക്ക് പിന്തുണ നൽകാൻ, നിങ്ങളെ സഹായിക്കാൻ ഒരാളുമില്ലാത്തൊരു കാലഘട്ടത്തിൽ നിങ്ങൾ നേരത്തെ വിവാഹം ചെയ്ത് ജീവിതം നയിക്കുകയാണെങ്കിൽ 20 മുതൽ 25 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ നിങ്ങൾ വിവാഹിതരാവുകയും ആ കാലഘട്ടങ്ങളിൽ അവർക്ക് കുട്ടികൾ ഉണ്ടാവുകയുമാണെങ്കിൽ അത് വലിയൊരു ലാഭമായിരിക്കും നിങ്ങൾക്ക് കൂടി എന്ന് മനസ്സിലാക്കുക. സന്താന ലാഭം ഇസ്ലാമിൽ ഒരു വലിയ അനുഗ്രഹമായി കണക്കാക്കപ്പെടുന്നു. സന്താനങ്ങളെ നല്ല മനുഷ്യരായി വളർത്തുക എന്നത് ഒരു മുസ്ലിം ദമ്പതികളുടെ പ്രധാന ഉത്തരവാദിത്തമാണ്. അതുപോലെ സമൂഹത്തിലൊരു പങ്ക് ഉണ്ടാവുന്നു. ഇസ്ലാമിക വിവാഹം ഒരു വ്യക്തിയെ സമൂഹത്തിൽ ഉത്തരവാദിത്വത്തോടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇന്ന് നമ്മുടെ നാട്ടിൽ കാണിക്കുന്ന എല്ലാവിധ ഇരുട്ടിൻ്റെ മറയിൽ കാണിക്കുന്ന എല്ലാവിധ കോപ്പിറൈറ്റ് ഇത്തരങ്ങൾക്കും ഒരു പരിധിവരെ വിവാഹ ജീവിതം എന്തായിരിക്കും, സഹായകമായിരിക്കും. അതാണ് സമൂഹത്തിൽ ഉത്തരവാദിത്തത്തോടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇസ്ലാമിക വിവാഹത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറയുന്നത് സ്നേഹവും കരുണയുമാണ്. മവദ്ദത്തും റഹ്മത്തുമാണ്. ഇണയോടുള്ള സ്നേഹവും കരുണയും ഇസ്ലാമിക വിവാഹത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ്. സഹകരണം, ഭാര്യയും ഭർത്താവും പരസ്പരം സഹകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ ക്ഷമ മനുഷ്യർക്ക് പഠിപ്പിക്കുന്നതും വിവാഹ ജീവിതം തന്നെയാണ്. വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകാം. ക്ഷമയും സഹിഷ്ണുതയും ഇത്തരം സാഹചര്യങ്ങളിൽ അനിവാര്യമാണ്. അതുപോലെ സത്യസന്ധത, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സത്യസന്ധതയോടെ പെരുമാറുവാനുള്ള കഴിവുണ്ടായിരിക്കുക. സത്യസന്ധമായിരിക്കുക എന്നത് ഒരു വിജയകരമായ വിവാഹത്തിന് അത്യാവശ്യമാണ്. അതുപോലെ പരസ്പരം ബഹുമാനിക്കാനുള്ള കഴിവ് പഠിപ്പിക്കുന്നതും വിവാഹം തന്നെയാണ്. ഇണയെ ബഹുമാനിക്കുക എന്നത് ഇസ്ലാമിൽ ഊന്നിപ്പറയപ്പെടുന്ന ഒരു കാര്യമാണ്. ഇസ്ലാമിക വിവാഹം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കൊണ്ടുവരുന്നതിനുള്ള ഒരു മാർഗമാണ്. ഇത് ഒരു വ്യക്തിയെ സമൂഹത്തിൽ ഉത്തരവാദിത്തത്തോടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുകയും ആത്മീയ വളർച്ചയ്ക്കുള്ള അവസരം നൽകുകയും ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ ആ പദ്യം അല്ലെങ്കിൽ ആ പാട്ട് ഓർക്കുകയാണ്. പഞ്ചാര അടിച്ച് നടക്കേണ്ട, ആളെ മയക്കി കണ്ണ് വെട്ടിച്ചു പഞ്ചാര അടിച്ചു നടക്കേണ്ട, മറിച്ച് വിവാഹ ജീവിതം നടത്തിക്കൊണ്ട് ജീവിക്കുക, സർവശക്തനായ റബ്ബിൻ്റെ അനുഗ്രഹം നേടുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ച 3 ആയത്തുകൾ ഖുർആനിൽ നിന്ന് ക്ലിയറായിക്കൊണ്ട് ഡയറക്റ്റായിക്കൊണ്ട് വിവാഹം കഴിക്കാൻ സത്യവിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഖുർആനിക വചനങ്ങളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, ഒരു കൂട്ടം ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും ഈ വിഷയവുമായിക്കൊണ്ട്. മറ്റൊരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, യാ മഅ്ശറ ശബാബ്, അല്ലയോ യുവാക്കളെ, മനിസ്തതാഅ മിൻകുമുൽ ബാഅ, നിങ്ങൾക്ക് ശാരീരിക യോഗ്യതയുണ്ടെങ്കിൽ ഫൽയതസവ്വജ്, അവൻ വിവാഹം കഴിക്കട്ടെ. വമൻ ലം യസ്തതി ഫഅലൈഹി ബിസ്സൗം, അങ്ങനെ സാമ്പത്തിക ശേഷിയില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം നോമ്പ് അനുഷ്ഠിക്കട്ടെ. ഫൈന്നഹു ലഹു വിജാഉൻ, കാരണം അത് അവന് ഒരു സംരക്ഷണമായിരിക്കും എന്ന് ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് പിന്നെയും നിങ്ങളോട് ഞാൻ പറയുന്നു, പഞ്ചാരടിച്ചു നടക്കേണ്ട. മറ്റൊരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായി ബന്ധപ്പെടുന്നത് പോലും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ സദക്കയാകുന്നു, പ്രതിഫലം കിട്ടുന്ന പരിപാടിയാകുന്നു. നിങ്ങൾ ഒരിക്കലും ബ്രഹ്മചാര്യം സ്വീകരിക്കാൻ പാടില്ല. വലാ തകൂനു കറഹ്ബാനിയത്തിൻ നസാറ, ബ്രഹ്മചാര്യം സ്വീകരിക്കുന്നത് ആരാണോ അവരെപ്പോലെ നിങ്ങളാകാൻ പാടില്ല എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരിക്കൽ പ്രവാചകൻ പറയുകയുണ്ടായി, വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, ഹത്താ മാ തജ്അലു ഫീ ഫമി ഇംറഅതിക, താങ്കളുടെ ഭാര്യയുടെ വായയിൽ വെച്ചു കൊടുക്കുന്ന ഒരു ഉരുള പോലും അത് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണെന്ന്. വഅൻകിഹുൽ അയാമ മിൻകും വസ്സാലിഹീന മിൻ ഇബാദികും വഇമാഇകും ഇൻ യകൂനു ഫുഖറാഅ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലിഹി വല്ലാഹു വാസിഉൻ അലീം. ഇൻ യകൂനു ഫുഖറാഅ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലിഹി വല്ലാഹു വാസിഉൻ അലീം. മറ്റൊരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, മാ ജാഅൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഹൈസു ഖാല കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഅ്മുറു ബിൽ ബാഅതി വയൻഹ അനിത് തബത്തുലി നഹിയൻ ഷദീദൻ. വിവാഹം കഴിച്ച് ജീവിക്കുവാൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പ്രോത്സാഹിപ്പിക്കുകയും വിവാഹ ജീവിതം അല്ലാത്ത ജീവിതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, വയഖൂലു തസവ്വജു അൽ വദൂദ അൽ വദൂദ, കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീകളെ, സ്നേഹമുള്ള സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കുക, കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീകൾ നിങ്ങൾ വിവാഹം കഴിക്കുക. ഫഇന്നി മുകാസിറും ബിക്കും, ഞാൻ നിങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന സമുദായത്തിൻ്റെ ആധിക്യം കൊണ്ട് ഞാൻ അഭിമാനം കൊള്ളും. അൽ അംബിയ, മറ്റുള്ള പ്രവാചകന്മാരോട് യൗമൽ ഖിയാമത്തി, അന്ത്യനാളിൽ എന്ന് പ്രവാചകൻ വളരെ ശക്തമായ ഭാഷയിൽ പറയുകയുണ്ടായി. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ, വിവാഹം വളരെ ലളിതമായി നടത്തപ്പെടേണ്ട കാര്യമാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഒരുപാട് ഹദീസുകളിലൂടെ വന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ പ്രവാചകൻ്റെ പ്രിയ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ അലി റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെടുകയുണ്ടായി, എന്തെങ്കിലും താങ്കൾ അവർക്ക് കൊടുക്കുക എന്ന്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു അതിന് മറുപടി പറയുന്നുണ്ട്, മാ ഇൻദി മിൻ ഷൈഇൻ, പ്രവാചകരെ എൻ്റെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, ഫഅൈന ദിർഉക അൽ ഹുതമിയ, താങ്കളുടെ ഈ കവചം, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ശരിയാണോ അറിയില്ല, അമ്പും വില്ലിനും ഉണ്ടാകുന്ന കവചം അതെവിടെയാണ് എന്ന് ചോദിച്ചു. കുൽത്തു, അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹിയ ഹിന്ദി, അത് എൻ്റെ അടുക്കലുണ്ട് പ്രവാചകരെ. കാല ഫഅതിഹ ഇയ്യാഹ്, അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കവചത്തെ
ദിർഇനെ ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് കൊടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വളരെ ലളിതമായ ഒരു വിവാഹമായിരുന്നു അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത്. ഇതൊക്കെയാണ് നമ്മുടെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. മഞ്ഞക്കല്യാണവും മഞ്ഞൾ കല്യാണവും മെഹന്തി കല്യാണവും ഒരു മാസം നീണ്ടു നിൽക്കുന്ന കല്യാണവും സിനിമാ നടന്മാരെയും മറ്റുള്ളവരെയും ഒക്കെ കൊടുന്ന് പൈസ കൊണ്ട് കൂത്താടുന്ന മുസ്ലിം സമൂഹമേ, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റായ കാര്യമാണ്. ഈ മണ്ണിൽ നിന്നും നിങ്ങൾക്ക് വിണ്ണിലേക്ക് പോകേണ്ടി വരും. അവിടെ വെച്ച് നിങ്ങളെ ചോദ്യം ചെയ്യപ്പെടും. നിങ്ങളുടെ കൈകാലുകൾ നിങ്ങൾക്കെതിരിൽ ഉത്തരം പറയും. നിങ്ങൾ ചെയ്ത ഓരോ പ്രവൃത്തിക്കും നിങ്ങളുടെ അവയവങ്ങൾ ഉത്തരം പറയേണ്ടി വരും. ആയതുകൊണ്ട് നല്ലൊരു ജീവിതം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ നിങ്ങൾ മുന്നോട്ട് വരിക. മറ്റുള്ളവർക്ക് വിവാഹം ചെയ്തു കൊടുക്കുവാനുള്ള സദസ്സുകളും വേദികളും നാം ഒരുക്കി കൊടുക്കുക. അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين.